രണ്ടാം പിണറായി സർക്കാർ 3 വർഷം പിന്നിടുമ്പോൾ എടുത്തു പറയേണ്ട മാറ്റം പ്രകടമാവുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വളർച്ചയിലാണ്. പ്രവർത്തന മേഖലകളുടെ വ്യാപ്തിയും ശേഷിയും വൻതോതിൽ വർദ്ധിക്കുകയാണ്. വികസനത്തിന്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും വൈവിധ്യമാർന്ന ചുമതലകൾ വഹിക്കാനുമാകുന്ന തലത്തിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴിവും വിഭവങ്ങളും വളർന്നു. അധികാര വികേന്ദ്രീകരണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്ന് 32 വർഷം കഴിഞ്ഞിട്ടും കേരളത്തിന് മാത്രമാണ് ഇത്ര വിപുലമായ വിധത്തിൽ അധികാരവും വിഭവങ്ങളും സാങ്കേതിക ശേഷിയും താഴെത്തട്ടിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വൈവിധ്യമായ പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ പ്രശംസ നേടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കുന്ന നവകേരളം കർമ്മ പദ്ധതിയുടെ 2ാം ഘട്ടത്തിലും തദ്ദേശ സ്ഥാപനങ്ങൾ സ്തുത്യർഹമായ പങ്കാണ് വഹിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കേരളത്തിൽ നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ബഹുമുഖ ദാരിദ്ര്യ സൂചികയെ അടിസ്ഥാനമാക്കി നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ കണക്ക് പ്രകാരം 0.55% മാത്രം ദരിദ്രരുള്ള കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്ത് 1ാം സ്ഥാനത്താണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവഹണത്തിലും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കേരളത്തിനായിട്ടുണ്ട്. മാലിന്യമുക്തം നവകേരളം പരിപാടി അതിന്റെ സമഗ്രമായ സമീപനം കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ശ്രദ്ധയാകർഷിച്ചതാണ്. അഭിമാനാർഹമായ നേട്ടങ്ങളാണ് ഈ രംഗത്ത് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ കേരളത്തിലെ 87% വീടുകളിൽ നിന്നും മാലിന്യം നേരിട്ട് ശേഖരിക്കുന്ന സംവിധാനം ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിപുലവും സുസംഘടിതവുമായ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതി വളരെ വേഗം ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് മിഷന് കീഴിൽ പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണം 4,03,558 വർദ്ധിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന 1,52,000 വീടുകൾ കൂടി പൂർത്തിയാകുന്നതോടെ മൊത്തം വീടുകളുടെ എണ്ണം 5,03,610 ആകും. രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വിപുലമായ പാർപ്പിട പദ്ധതി എന്ന പ്രശസ്തി ലൈഫ് മിഷന് ഇതിനോടകം അവകാശപ്പെട്ടതാണ്. ഇതിനകം 17,490 കോടിയിലധികം രൂപ ലൈഫ് പദ്ധതിക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. ഇതാണ് മാറ്റം. ഇതാണ് ഇടതുപക്ഷ ബദൽ.